നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. പാനൂർ നഗരസഭയിലെ കരിയാട് പ്രവർത്തിക്കുന്ന അഭയ ഡയാലിസ് സെന്ററിന്റെ ജനദ്രോഹ നടപടിക്കെതിരെ ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ പാനൂർ മുനിസിപ്പാലിറ്റിക്ക് മുന്നിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചു. ചിത്രകാരൻ BTK അശോക് ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു പ്രദേശത്തിന്റെ മുഴുവൻ കുടിവെള്ളവും വിഷപൂരിതമാക്കി പാനൂർ മുനിസിപ്പാലിറ്റിയിലെ കരിയാട് 28-ാം വാർഡിൽ മാനദണ്ഡങ്ങളൊക്കെ കാറ്റിൽ പറത്തി പ്രവർത്തിക്കുന്ന അഭയ ഡയാലിസ് സെന്ററിന്റെ ജനദ്രോഹ നടപടിക്കെതിരെ ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ പാനൂർ മുനിസിപ്പാലിറ്റിക്ക് മുന്നിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചു. ചിത്രകാരൻ BTK അശോക് ഉദ്ഘാടനം ചെയ്തു. അതിന്റെ ഗുണം അറിയുകയും അങ്ങനെ വളരെ സന്തോഷകരമായ ഒരു സാഹചര്യത്തിലൂടെ ജീവിതം മുന്നോട്ടേക്ക് പോകുന്ന സാഹചര്യത്തിലാണ് ഒരു ഇടിയേറ്റവനെ പോലെ നാടിനെ മുഴുവൻ ചൂടും ചാമ്പലാക്കിക്കൊണ്ട് അത്രയേറെ പനിമയിൽ ശുദ്ധജലം ലഭിച്ചിരുന്ന ഒരു നാടിനെ മുഴുവൻ ഇന്ന് കണ്ണീർ കയറ്റിലാക്കിയിരിക്കുന്നത്. അതോടൊപ്പം സമാധാനവും കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ ഒരു പ്രശ്നം എത്രയോ തവണ നമ്മുടെ അധികാരികളുടെ മുമ്പിൽ എത്തിച്ചിട്ടുണ്ട്. അതിന് നിലവിൽ യാതൊരു നടപടിയും കൈക്കൊണ്ടില്ല എന്നുള്ളത് വളരെയേറെ ആശ്ചര്യജനകമാണ്. പ്രത്യേകിച്ചും കണ്ണൂർ ജില്ല പോലുള്ള ഇത്രയും കാര്യങ്ങൾ നിലവാരം പുലർത്തുന്ന ഒരു നാട്ടിൽ ഇത്രയേറെ ആശങ്കാജനമായ ഒരു പ്രശ്നം സംഭവിച്ചിട്ടും യാതൊന്നും വേണ്ടാതെ അനങ്ങാപ്പാറയായി മാറി നിൽക്കുന്ന നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇതിന് മറുപടി പറഞ്ഞേ പറ്റും. നമുക്ക് ഒരാൾക്കെങ്കിലും കുടിവെള്ളം കൊടുക്കാൻ സാധിക്കാത്ത ഈ കാലഘട്ടത്തിൽ ഏകദേശം 13ഓളം കിണറുകൾ മലിനമാക്കപ്പെട്ടിരിക്കുന്നു. ചടങ്ങിൽ CK രവിശങ്കർ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ കരിയാട് പ്രദേശത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അഭയ തണൽ ഡയാലിസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചിട്ട് 1.5 വർഷം കഴിഞ്ഞു. ഏകദേശം 2 വർഷത്തോടടുക്കുന്നു. ആദ്യത്തെ മാസം തന്നെ നമ്മുടെ പരിസരങ്ങളിലെ വെള്ളം മോശമായി തുടങ്ങി. ആ കാര്യങ്ങൾ നമ്മുടെ അധികാരികളുടെ ശ്രദ്ധയിലും അത് നടത്തിപ്പുകാരുടെ ശ്രദ്ധയിലും പെടുത്തിയിരുന്നു. പക്ഷെ അവർ പ്രത്യേകിച്ച് ഒരു നടപടി സ്വീകരിക്കാതെ ദിവസങ്ങൾ തള്ളി നീക്കി, ആഴ്ചകൾ, മാസങ്ങൾ, വർഷങ്ങൾ തള്ളി നീക്കി ഇപ്പോഴും പഴയ വഴിയിൽ തന്നെ നിൽക്കുന്ന ഒരവസ്ഥയാണുള്ളത്. കേരള സംസ്ഥാന നദീജല സംരക്ഷണ സമിതി ജനറൽ കൺവീനർ TN പ്രതാപൻ മുഖ്യ പ്രഭാഷണം നടത്തി. ചടങ്ങിന് ജനകീയ സമരസമിതി പ്രസിഡന്റ് അരവിന്ദൻ നന്ദി പ്രകാശിപ്പിച്ചു. അഭയ ഡയാലിസ് സെന്ററിൽ നിന്നും പുറന്തള്ളുന്ന മലിനജലം സമീപത്തെ കിണറുകളെ മലിനസമാക്കുന്നുവെന്നും കുടിവെള്ളത്തിന് പോലും ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യമാണെന്നും എത്രയും പെട്ടെന്ന് അഭയ ഡയാലിസ് സെന്റർ അടച്ചുപൂട്ടണമെന്നുമാണ് ജനകീയ സമരസമിതി ഉന്നയിക്കുന്ന പ്രധാന ആവശ്യം. സമഗ്ര ന്യൂസ്, പാനൂർ.